അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം ഈ വീഡിയോയിൽ പറയുന്നത് 6ാം ക്ലാസ്സിലെ അൽ ഇൽമു എന്ന പാഠഭാഗമാണ്. ആ പാഠഭാഗം ഒരു പദ്യമാണ്. പദ്യം പഠിക്കുന്നതിൽ കുട്ടികൾക്ക് ഈണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഈണത്തിൽ ഈ പദ്യം എങ്ങനെ പാടാം എന്നാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത്. പദ്യം ഈണത്തിൽ പാടുമ്പോൾ സ്വാഭാവികമായും കുട്ടികൾക്ക് അത് മനസ്സിൽ പതിയാൻ ഒരു എളുപ്പമാർഗമാണ്. പരീക്ഷയിൽ അത് വളരെയധികം ഉപകാരപ്പെടുകയും ചെയ്യും എന്നതുകൊണ്ട് തന്നെ ഈ വീഡിയോ നല്ല ഈണത്തിൽ നമ്മുടെ പദ്യഭാഗം അൽ ഇൽമു എന്ന 6ാം ക്ലാസ്സിലെ പാഠഭാഗം എങ്ങനെ ഈണത്തിൽ പാടാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് പദ്യത്തിൻ്റെ കൂടെ അതിൻ്റെ ടെക്സ്റ്റും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പദ്യം കേൾക്കുന്നതോടൊപ്പം അതിൻ്റെ സ്ക്രീനിലേക്ക് നോക്കി അതിൻ്റെ അക്ഷരങ്ങളും ആ വരികളും തെറ്റുകൂടാതെ പാടിയിട്ട് പഠിക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് പദ്യത്തിലേക്ക് കടക്കാം. ഇന്നൽ ഇലാഹ വ അഹ്ല കുല്ലി സമാഇഹി والأرض حتى الحوت مع نمل الفلا كل يصلي يا حبيب على الذي قد علم الخير الأناس محصلا من في طريق التعلم يسلك فإلى الجنان له طريق سهلا وملائك تضع الجناح له إذا يسعى ريضا بمرامه متقبلا وتعلم للباب من علم له فضل على 100 الركيعة نافلا إن الإله وأهل كل سمائه والأرض حتى الحوت مع نمل الفلا كل يصلي يا حبيب على الذي قد علم الخير الأناس محصلا. ഇത്രയുമാണ് ഈ പദ്യത്തിലുള്ള വരികളുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വരികൾ നാം ആവർത്തിച്ച് കേൾക്കുകയും വീണ്ടും വീണ്ടും പാടി പഠിക്കുകയും ചെയ്താൽ നമുക്ക് പരീക്ഷയ്ക്ക് ഈ വരികൾ വരുമ്പോൾ ഈണത്തിൽ പാടുമ്പോൾ നമുക്ക് ഓർമ്മ വരും. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിനു വേണ്ടി തയ്യാറാവണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും.